ഞാനൊന്ന് ജിജി ജോണിലേക്ക് പോകുന്നു. ജിജി, അച്ഛനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, പക്ഷേ തിരച്ചിൽ തുടരുന്നു എന്നാണല്ലോ സർക്കാർ സംവിധാനം അറിയിക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ തന്നെ വിശദീകരണമായി എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന കാര്യം, കോസ്റ്റൽ ഗാർഡും കോസ്റ്റൽ പോലീസും ജില്ലാ ഭരണകൂടവും ഒക്കെ ഏകോപിതമായി തിരച്ചിലിലേക്ക് രക്ഷാപ്രവർത്തനവും നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലും ഡോണിയർ വിമാനവും മറൈൻ പോലീസിൻ്റെ ബോട്ടുകളും മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളും വിന്യസിച്ച് വ്യാപകമായ തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ആ തിരച്ചിൽ തന്നെ ചില ഘട്ടങ്ങളിലും നിർത്തിവെക്കേണ്ടി വരുന്നത് കടൽ പ്രക്ഷുബ്ധമാകുന്ന അവസ്ഥയിലാണ്. അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ, ഉള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന ന്യായീകരണം എത്രത്തോളം അംഗീകരിക്കാനാവുന്നതാണ്? ഈ സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതിനൊപ്പം മന്ത്രിമാർ നടത്തേണ്ടിയിരുന്ന പ്രതികരണം വേണ്ട സമയത്ത് നടത്തിയില്ല എന്നതാണോ ജിജിയുടെ പ്രധാനപ്പെട്ട പരാതി? ജിജിയും സഹോദരനും പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം മുഴുവൻ കേട്ടതാണ്. അതെ, എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഈ അപകടം സംഭവിച്ച ഇന്ന് 8ാമത്തെ ദിവസമാണ്. ഇപ്പോഴാണോ ചെയ്യേണ്ടിയിരുന്നത്? ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഒരുപാട് സന്തോഷം. പക്ഷേ അത് ഇപ്പോഴാണോ ചെയ്യേണ്ടിയിരുന്നത്? ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് ഉപയോഗമാണുള്ളത്? അപ്പം ഇത്രയും സംവിധാനങ്ങൾ നമുക്ക് മൊബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ പരാതികൾക്ക് ശേഷം ഇത്രയും സംവിധാനങ്ങൾ നമുക്ക് മൊബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ടാണ് കൃത്യം അപകടം നടന്ന ആ സമയത്ത് നമുക്കത് മൊബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കാതെ പോയത്? അതുകൊണ്ടാണ് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തത്. സിസ്റ്റത്തിന്റെ ഇൻഎഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തത്. പക്ഷേ ജിജി, ഇപ്പോൾ ഈ സർക്കാർ അറിയിക്കുന്ന പ്രകാരം പാർട്ടീസിനെതിരെയുള്ള പരാമർശമല്ല. ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ കരുതുന്നുമില്ല ജിജി. പക്ഷേ സർക്കാർ അറിയിക്കുന്ന പ്രകാരം 31-ാം തീയതി അർദ്ധരാത്രിയോടെയാണ് ഈ മുതലപ്പുഴയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികളെ കാണാതായി എന്നുള്ള ഫോൺ സന്ദേശം ലഭിച്ചത്. അപ്പോൾ മുതൽ തന്നെ ഈ മുതലപ്പുഴയിലെ ഗാർഡുകളുമായി ജില്ലാ ഓഫീസിൽ നിന്ന് ബന്ധപ്പെടുന്നു. നടപടികൾ, അതായത് ഫ്രീമോനെയും ഷിജിനെയും ആന്റണി ബെഞ്ചമിൻ, ജോണി മത്തിയാസ് എന്നിവരെ കാണാതായി സ്ഥിരീകരിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർക്ക് രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നതിന് നിർദ്ദേശം നൽകി നടപടിയിലേക്ക് കടന്നു എന്നാണ് ഈ വിശദീകരണത്തിൽ പറയുന്നത്. അത് ശരിയല്ല എന്നാണോ ജിജിക്ക് പറയാനുള്ളത്? എപ്പോൾ തുടങ്ങി എന്നാണ്, അപ്പോൾ തിരച്ചിലേക്ക് കടന്ന് എന്ന് തുടങ്ങി എന്നാണ് ജിജിയുടെ മനസ്സിലാക്കുന്നത്? ഞാൻ വരാം. തിരച്ചിലുകൾ ഇവർ ഓൺ റെക്കോർഡ് എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഇതുവരെ ഇവർ തിരച്ചിലുകൾ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. തിരച്ചിലുകൾ ചെയ്യുന്നുണ്ട്. ഈ 18 മുതൽ 20 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് നടന്ന ആക്സിഡന്റിന് നിങ്ങൾ 4-5 മൈൽ പോയി തിരക്കിയിട്ട് വന്നാൽ ഇതിന്റെ പേര് രക്ഷാപ്രവർത്തനമാണോ? അതെ, അതാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഓൺ റെക്കോർഡ് എല്ലാം ഉണ്ട്. 3 ഓഫീസേഴ്സ് വൊമിറ്റ് ചെയ്തതിന്റെ പേരിൽ തിരിച്ചു വന്ന കാര്യവും ഡീസൽ ഇല്ലാത്തതിന്റെ പേരിൽ രക്ഷാപ്രവർത്തനം നടക്കാതെ പോയതിന്റെ കാര്യവും ഞാൻ 2-3 ദിവസമായിട്ട് എല്ലാവരെയും സൂചിപ്പിക്കുന്നതാണ്. നിങ്ങൾക്കും അത് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ കളക്ടറേറ്റിൽ പോയപ്പോഴത്തേക്കും അവർ പറയുന്നത് അവർക്ക് ഫണ്ടില്ല എന്നാണ്. സിസ്റ്റം, ഇന്ത്യക്കകത്ത് ഇതിനുള്ള എല്ലാ സിസ്റ്റവും ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷെ അത് മൊബിലൈസ് ചെയ്യാൻ അവരുടെ കയ്യിൽ ഫണ്ടില്ല എന്നുള്ള റിപ്ലൈ ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് 5 മണിക്ക് ഇത്രയും ദിവസത്തിന് ശേഷം മുഖ്യമന്ത്രി സമയം കണ്ടെത്തി എന്നെ വിളിച്ചു. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ അതിന് നന്ദി അറിയിക്കുകയാണ്. പക്ഷേ സൊല്യൂഷൻ കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ല. മുഖ്യമന്ത്രി ഒരു ഉറപ്പും നൽകിയിട്ടില്ല. അദ്ദേഹം ആശ്വസിപ്പിക്കാൻ നമ്മളെ ശ്രമിച്ചു. പക്ഷെ നമുക്ക് വേണ്ടത് ആശ്വാസമല്ല, നമുക്ക് വേണ്ടത് സൊല്യൂഷനാണ്. ആ സൊല്യൂഷൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാകുന്ന കുറച്ച് പ്രതിനിധികളെയാണ് നമുക്ക് ആവശ്യം. പക്ഷെ അദ്ദേഹം അതിനുള്ള ആ ഒരു എഫക്റ്റീവ്നെസ് ആയിട്ടുള്ള ഇത് എടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം അവർ ചെയ്യുന്നുണ്ട്. 8 ദിവസമായിട്ടും കേരളത്തിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫെസിലിറ്റീസ് നടത്തിയിട്ടും 3 പേരെ കണ്ടെത്താനായിട്ടില്ല ഇതുവരെ എന്നുള്ളത് സിസ്റ്റത്തിന്റെ അപാകത തന്നെയല്ലേ? അതിനെയാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇതിന് എന്താണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്? ഞങ്ങൾ പറയുന്നു പ്രോപ്പറായിട്ടുള്ള വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം വേണം ഞങ്ങൾക്ക്. ഇത് 24/7 പ്രവർത്തിക്കുന്നത് തന്നെ വേണം. എന്തെന്ന് വെച്ചാൽ ഓഫീസ് ടൈമിൽ വന്നു പോകാനാണെങ്കിൽ നിങ്ങൾ അത് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. വെതർ എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. ആ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷനെ ഓഫീസ് ടൈമിൽ നിങ്ങൾ വന്നു പോയി വർക്ക് ചെയ്യുന്നത് പോലെ ചെയ്യാൻ ഒരു ഓഫീസ് അവറിൽ ചെയ്യേണ്ട ജോലിയല്ല. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ആണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതാണ് ഞാൻ സർക്കാരിനോട് മുൻവയ്ക്കുന്നതും. ആര് തന്നെ സർക്കാരായിരുന്നാലും കോസ്റ്റൽ കമ്മ്യൂണിറ്റിയെ നെഗ്ലക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവണത തന്നെയാണ് ഇവിടെ എല്ലാം നടന്നു വരുന്നത്. അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. മാറി വരുന്നതായിരുന്നാലും ഇപ്പോഴുള്ളതായിരുന്നാലും ഇനി വരാൻ പോകുന്നതായിരുന്നാലും സർക്കാർ സംവിധാനങ്ങൾ കോസ്റ്റൽ കമ്മ്യൂണിറ്റിക്ക് എതിരെ നടത്തുന്നത് തന്നെയാണ് അവർക്ക് ഒരു നെഗ്ലജൻസ് ഹിസ്റ്റോറിക്കലി
കണ്ടുവരുന്ന ഈ നെഗ്ലിജൻസ് ഉണ്ട് തന്നെയാണ്. അത് നമുക്ക് ഒരിക്കലും നിഷേധിക്കാനാവില്ല. അതിന് ഉദാഹരണമാണ് ഞങ്ങൾ ഈ 3-4 ദിവസമായിട്ട് കയറി ഇറങ്ങുന്ന സർക്കാർ ഓഫീസുകളും ഞങ്ങളോട് കോണ്ടാക്ട് ചെയ്യുന്നവരും ആദ്യം ഞങ്ങളെ പേടിക്കുകയാണ്. ഇവിടെ കടന്നു വരാൻ അവർക്ക് പേടിയാണ്. ഞങ്ങൾ കരയിലുള്ളവർ കടലിലോട്ട് വന്നാൽ എന്താവുമെന്ന് അറിയാമല്ലോ എന്നുള്ള ചോദ്യങ്ങൾ പലരുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ കടയിലുള്ളവരുടെ വോട്ട് വാങ്ങാനായിട്ട് കയറി വന്നപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്തത്? ഇവിടെ ഉള്ളവര് വിദ്യാഭ്യാസമുള്ളവരാണ്, ഇവിടെ ഉള്ളവർക്കും നോളജ് ഉണ്ട്, അവരും മനുഷ്യരാണ് ബേസിക്കലി. അത് നിങ്ങൾ മറന്നു പോകരുത്. ഇത് മുഖ്യമന്ത്രിയോട് തന്നെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോട് തന്നെ ഞാൻ ചോദിക്കുന്നത്, യു ഷുഡ് എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ അബൌട്ട് ഇറ്റ്. അത് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് ആരെയാണ്? എഡ്യൂക്കേറ്റഡ് പീപ്പിളിനെ തന്നെയാണ്. ഇന്ന് സർക്കാർ സമിതികളിൽ ഇരിക്കുന്ന വ്യക്തികളെ തന്നെയാണ് നമ്മൾ ഇത് പഠിപ്പിക്കേണ്ടത്. അവർക്കാണ് ഈ ബോധ്യമില്ലാത്തത്. അവർ പറയുന്നത് മനുഷ്യർ കടിക്കും, അങ്ങനത്തെ പ്രവണത, അങ്ങനത്തെ ഒരു റിപ്ലൈ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞവരോട് ഞാൻ ചോദിച്ചത് ഇത് തന്നെയാണ്, എന്താ കോസ്റ്റൽ കമ്മ്യൂണിറ്റി ഉള്ളവർ നിങ്ങളെ കണ്ടാൽ കടിക്കുമോ എന്നാണ് ഞാൻ അവരോട് ചോദിച്ചത്. കോസ്റ്റൽ കമ്മ്യൂണിറ്റി ഉള്ളവർ വിവരമില്ലാത്തവരോ തൊഴിലെടുക്കാത്തവരോ അല്ല. അവരവരുടെ മക്കളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഇന്ന് ഓരോരുത്തരും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും യുനെസ്കോയിൽ വരെ വർക്ക് ചെയ്യുന്നവർ ഇവിടെ ഉണ്ട്. പല വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നവർ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള കഴിവും ആത്മാർത്ഥതയും ഉണ്ട്. വിദ്യാഭ്യാസത്തിന്റെ വില അറിയാവുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. അവരവരുടെ മക്കളെ മാക്സിമം അവർ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് പല സംവിധാനങ്ങളും അവരെ അമർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഒരു റിക്വസ്റ്റ് ആണ്. ഞങ്ങൾ മനുഷ്യരാണ്. ഒരു ആക്സിഡന്റ് വരുമ്പോൾ കൃത്യസമയത്തുള്ള റെസ്ക്യൂ ഓപ്പറേഷനോ ഒരു SOP പോലും ഇല്ലാത്ത സംവിധാനത്തിനകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങളെ പൊളിറ്റിക്കലൈസ് ചെയ്യുക, മതതീവ്രവാദികളാണെന്ന് മുദ്ര കുത്തുക, അല്ലെങ്കിൽ ഞങ്ങളെ ഇവര് ആരൊക്കെയോ പ്രഷറൈസ് ചെയ്യുന്നെന്ന് പറയുക, അതല്ല. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയാണ് വേണ്ടത്. തീർച്ചയായും വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ജിജി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.